ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഗാന്ധി കുടുംബം നെഹ്റു കുടുംബവും ഈ രാജ്യത്തോട് ചെയ്ത ക്രൂരത എന്താണ് എന്നറിയണമെങ്കിൽ കൃത്യമായി ചരിത്രത്തിന്റെ തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ട ചരിത്രം മാറ്റി എഴുതേണ്ടി വരും. കാരണം സത്യസന്ധമായ ചരിത്രമല്ല ഇന്ന് നമ്മൾ പഠിക്കുന്നതൊന്നും. ഏറ്റവും കൂടുതൽ വക്രീകരിക്കപ്പെട്ട, വളച്ചെഴുതപ്പെട്ട കൃത്രിമമായ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കേണ്ടി വന്ന ഹതഭാഗ്യവാന്മാരാണ് നമ്മൾ. സ്കൂളുകളിലെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും പഠിച്ച ഇന്ത്യയായിരുന്നില്ല യഥാർത്ഥ ഇന്ത്യ എന്ന് ഇന്ന് നമുക്കറിയാം. ഇന്നേ വരെ ഒരാളും ഈ രാജ്യത്തോട് നെഹ്റു കുടുംബം ചെയ്ത ചതിയുടെയും വഞ്ചനയുടെയും കഥകള്, ചരിത്രങ്ങളൊന്നും മറനീക്കി പുറത്തു കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ രണ്ടും കൽപ്പിച്ച അത്തരം ചരിത്രങ്ങൾ ചികഞ്ഞെടുക്കാൻ ഇന്ന് മോദി ഭാരതം ശ്രമിക്കുകയാണ്. അതിന് നമ്മൾ ശരിക്കും നന്ദി പറയേണ്ടത് സോഷ്യൽ മീഡിയയോടാണ്. കാരണം മീഡിയയ്ക്ക് സാധിക്കുന്നു. കൊല്ലങ്ങളായി ആയിരക്കണക്കിന് കോടാനുകോടി പണം പത്രം നടത്തിപ്പാണെന്നും അത് നടത്തിപ്പ് ഇത് നടത്തിപ്പ് രാജ്യത്തിന്റെ സേവനം പുരോഗതി എന്നൊക്കെ കള്ളക്കണക്കുകൾ പറഞ്ഞ് സംഭാവനകളായി സ്വീകരിച്ച് സ്വന്തം അക്കൗണ്ടുകളിലേക്ക് സ്കോർ ചെയ്തത് ആരാണ് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം. അതിനുവേണ്ടി ഒരു ശ്രമം നടത്തുകയാണ് നമ്മുടെ അഡ്വക്കേറ്റ് ടി.ജി. മോഹൻദാസ്. ഇവര് പത്രം നടത്തണം എന്ന വ്യാജേന കോടിക്കണക്കിന് രൂപ തട്ടിക്കുകയും വെട്ടിക്കുകയും ചെയ്ത് ഒരു നിയമത്തിനും പിടികൊടുക്കാതെ ഏറ്റവും ഒടുവിൽ ഒരു കേസ് ഏപ്രിൽ 25 വെച്ചിരിക്കുമ്പോൾ 10 ദിവസം കൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ അതും കോടതി പോസ്റ്റ്പോണ്ട് ചെയ്യുന്ന ഒരു രീതി. നെഹ്റു കുടുംബത്തിന് ഈട് ചെയ്തു കൊടുത്ത ചില സേവനങ്ങളും ഇളവുകളും ഒക്കെ ടി.ജി. വെളിച്ചത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. നാഷണൽ ഹെറാൾഡ് എന്ന് പറഞ്ഞ് തുടങ്ങിയൊരു ബഹളം. നാഷണൽ ഹെറാൾഡ് കേസ് വളരെ പഴയ ഒരു കേസാണ്. 2012 ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി കൊടുത്ത മജിസ്ട്രേറ്റിന് കൊടുത്ത ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് എന്നാണ് ഇതിന്റെ തുടക്കം. അതിലെ അലിഗേഷൻ അത് സബ്സിക്വന്റ്ലി കോടതി സമ്മതിച്ചു. അലിഗേഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി 1938 ജവഹർലാൽ നെഹ്റുവും കൂട്ടരും കൂടെ തുടങ്ങി. ആ കമ്പനി തുടങ്ങിയത് ഒരു പത്രം തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. ആ പത്രത്തിന്റെ പേരാണ് നാഷണൽ ഹെറാൾഡ്. ആ പേരിൽ ഇപ്പോൾ ഈ കേസ് അറിയപ്പെടുന്നതേ ഉള്ളൂ. വാസ്തവത്തിൽ കേസിനകത്ത് നാഷണൽ ഹെറാൾഡ് എന്നുള്ള വാക്കിന് വലിയ പ്രസക്തിയൊന്നുമില്ല. പത്രം തുടങ്ങി, ഒരു പത്രം ഉറുദുവിലും തുടങ്ങി കേട്ടോ. അതിന് വേറെ എന്തോ പേരായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ ഈ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ സാധനം കോൺഗ്രസിന്റെ ഒരു പത്രം, ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. വലിയ വലിയ ആൾക്കാർക്ക്, സർദാർ പട്ടേൽ, ബാബു രാജേന്ദ്ര പ്രസാദ്, ഇതുപോലുള്ള ആൾക്കാരൊക്കെ. ഇപ്പൊ നമ്മുടെ സുപ്രീം കോടതിയിലെ വക്കീലില്ലേ ശാന്തി ഭൂഷൺ, അദ്ദേഹത്തിന്റെ അച്ഛൻ വക്കീല് പ്രശാന്ത് ഭൂഷന്റെ അച്ഛൻ ശാന്തി ഭൂഷൺ ഇതിനകത്ത് ഷെയർ ഉണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് മുമ്പ് പറഞ്ഞിരുന്നു എന്റെയും ഷെയർ കളക്ടറിൽ പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരുപാട് പേരിൽ നിന്ന് ഷെയർ എടുത്താണ് പത്രം നടന്നുകൊണ്ടിരുന്നത്. പത്രം മെല്ലെ മെല്ലെ അങ്ങ് നിന്നുപോയി. ഈ ഒരു പാർട്ടി പത്രം എന്ന നിലയിലേക്ക് മാറുമ്പോൾ ഇതിന് ആകർഷണത്വം കുറയുമല്ലോ. അപ്പൊ അങ്ങനെ വന്നിട്ട് സർക്കുലേഷനൊക്കെ തീരെ ഇടിഞ്ഞു. ആ കൂടെ കടം കയറി വല്ലാത്ത ബാധ്യതകളായി. പാർട്ടി പത്രം കേരളത്തിൽ നിങ്ങൾ വീക്ഷണത്തിന്റെ ഒക്കെ സ്ഥിതി നോക്കുന്നു, ഒരിക്കലും ഗുണം പിടിക്കാത്ത രീതിയിൽ പോകുന്ന ചില പത്രങ്ങൾ എന്നാൽ ഇറങ്ങുന്നുണ്ട് തന്നെ. നാഷണൽ ഹെറാൾഡ് അവസാനം ഇറക്കാൻ വയ്യാതെയായി അടച്ചുപൂട്ടി. ഈ അടച്ചുപൂട്ടുന്ന സമയത്ത് തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള കാശുണ്ട്, അല്പസ്വല്പമായിട്ട് ഇവിടേക്ക് സാധനങ്ങൾ വാങ്ങിച്ച കാശ് അതൊക്കെ കൊടുക്കാനുണ്ട്. അപ്പൊ ഈ കൊടുക്കാനുള്ള കാശ് എല്ലാം കൂടെ ചേർത്ത് 89 കോടി രൂപ വരും. അപ്പൊ ഇത് കൊടുത്ത് തീർക്കണ്ടേ. കമ്പനി കൂട്ടിപ്പോയി, പ്രസും കൂട്ടി, എല്ലാം കൂട്ടി, പക്ഷെ കൊടുക്കാനുള്ളവർക്ക് കൊടുക്കണമല്ലോ. അപ്പൊ അതിന് സോണിയാഗാന്ധി ഈ സമയത്ത് ഈ AJL അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ചെയർമാനായിട്ട് സോണിയാഗാന്ധി, മാനേജിംഗ് ഡയറക്ടറായിട്ട് രാഹുൽ ഗാന്ധി, ട്രഷററായിട്ട് മോത്തിലാൽ വോറ, ഈ 3 പേരാണ് ഡയറക്ടർ ബോർഡ്. പ്ലസ് വേറെ ചില ആൾക്കാരുണ്ട്, ഞാൻ പേര് പിന്നെ പറയാം. ഇവര് എല്ലാം കൂടെ തീരുമാനിച്ചിട്ട് യങ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു കമ്പനി തുടങ്ങി. ആ കമ്പനി ചാരിറ്റി പ്രവർത്തനത്തിലാണ്. അണ്ടർ സെക്ഷൻ 25 ഓഫ് കമ്പനീസ് ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡീക്കൊക്കെ അടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ജേർണലിസ്റ്റ്, പൈനിയർ പത്രത്തിലെ ജേർണലിസ്റ്റ് ഗോപികൃഷ്ണൻ, മലയാളിയാണ്, അദ്ദേഹം രാഹുൽ ഗാന്ധിക്ക് ഒരു ഇമെയിൽ അയച്ചു. സാർ, യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ഇറക്കാൻ ഉദ്ദേശമുണ്ടോ? ഇദ്ദേഹം മറുപടി കൊടുത്തു, നാഷണൽ ഹെറാൾഡ് പത്രം ഇറക്കാൻ ഉദ്ദേശമില്ല, ഞങ്ങൾ ഒരു സത്യസന്ധമായ ചാരിറ്റി ബിസിനസ് നടത്താൻ പോകുന്ന കമ്പനിയാണ്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശമില്ല എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ കൊടുത്തു. അങ്ങനെ അതൊരു വാർത്തയാക്കി ഫയൽ ചെയ്തു. യങ് ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനി ഫോം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ ഉദ്ദേശം പത്രം കൊടുത്തു. ഇത് കഴിഞ്ഞ് ഈ യങ് ഇന്ത്യ എന്നുള്ള കമ്പനി, അതിന്റെയും ചെയർമാൻ സോണിയാഗാന്ധിയാണ്, മാനേജിംഗ് ഡയറക്ടർ രാഹുൽ ഗാന്ധിയാണ്, ട്രഷറർ എഗെയിൻ മോത്തിലാൽ വോറയാണ്. ഇവരെന്ത് ചെയ്തു? യങ് ഇന്ത്യ AJL എന്ന് പറയുന്ന അസോസിയേറ്റഡ് ജേർണലിന്റെ കടം 90 കോടി രൂപ
ഞങ്ങളെ എടുത്തോളാം എന്ന് പറഞ്ഞു. അതിനർത്ഥം സോണിയാഗാന്ധിയുടെ കടം വേറൊരു കസേരയിൽ പോയി സോണിയാഗാന്ധി തന്നെ ഏറ്റെടുക്കുന്നു എന്ന് മനസ്സിലായി. ഇങ്ങനെ ചെയ്തിട്ട് പക്ഷേ ഈ 90 കോടി വേണ്ടേ? ബുക്കിൽ എഴുതി വെച്ചു 90 കോടി. കടവും വീട്ടിയില്ല, തൊഴിലാളിക്കൊന്നും കൊടുക്കാൻ പലരും മരിച്ചുപോയി ഒക്കെ കഴിഞ്ഞില്ലേ. ഗാന്ധി കുടുംബത്തെയും നെഹ്റു കുടുംബത്തെയും കുറിച്ച് സംസാരിക്കാൻ, അവർ ഈ രാജ്യത്തോട് ചെയ്ത രാജ്യവിരുദ്ധതയെ ഒന്ന് തുറന്നു കാണിക്കാൻ അധികം ആളുകൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള രാജ്യത്തിന്റെ ചരിത്രം കൃത്യമായി അവലോകനം ചെയ്യപ്പെട്ടത് തന്നെ ലഭിക്കുന്ന ഇന്റർനെറ്റ് യുഗത്തിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടും നരേന്ദ്രമോദി ഭാരതത്തിൽ ജീവിക്കുന്നത് കൊണ്ടും ഭയമില്ലാതെ സത്യമായി തുറന്നു പറയാൻ നമുക്ക് സാധിക്കും. മുസ്ലിമായ നെഹ്റുവിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു സമീപനമല്ലാതെ രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും സമീപനം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഇവര് ചെയ്തതൊന്നും ഇന്നേ വരെ പുറത്തു വന്നിട്ടില്ല. ടി.ജി. മോഹൻദാസിനെ പോലെയുള്ള ആളുകൾ എന്തു വന്നാലും അതിനെ എതിരിടാൻ തയ്യാറായി ഈ യാഥാർത്ഥ്യം ലോകത്തോട് ചാലഞ്ചറായിട്ട് വിളിച്ചു പറയുകയാണ്. അകത്ത് കിടക്കേണ്ടുന്ന ആളുകൾ പുറത്ത് സസുഖം ആരാന്റെ പണം കൊണ്ട്, രാജ്യത്തിന്റെ പണം കൊണ്ട്, നികുതി പണം കൊണ്ട് ആർമാദിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഇവരെ ഇനിയും ശിക്ഷിക്കുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ നീതി നിയമ സംവിധാനങ്ങളാണ്, കോടതി കാര്യങ്ങളാണ്. നീട്ടി തലമുറകളോളം കേസ് അങ്ങോട്ട് കൊണ്ടുപോകുമെന്നതാണ് യാഥാർത്ഥ്യം. 1000 കോടിക്ക് മുകളിൽ കൊള്ളയടിച്ചാൽ പോലും ഇന്ത്യൻ കോടതികളിൽ നിന്നും ശിക്ഷ കിട്ടുമ്പോഴേക്ക് ആള് മണ്ണോട് മണ്ണ് ചേർന്നിട്ടുണ്ടാകും. ഇതാണ് ഇതുവരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരുപാട് വിജ്ഞാനങ്ങൾ. അതുകൊണ്ട് ഇവരിനെയും നാളെ തന്നെ ശിക്ഷിക്കപ്പെടുമെന്നും തീഹാർ ജയിലിനകത്ത് അഴിയെണ്ണുമെന്നും ഒക്കെ നമുക്ക് പറയാം. ഇഡി ചോദിക്കുന്നു, കമ്പനി ഉടമകൾ ആരൊക്കെയാണ്? ഞാനും മകനും അപ്പനും. ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? ഞാനും അമ്മയും മകളും. കടം കൊടുത്തു തീർക്കേണ്ടത് ആർക്കാണ്? അപ്പനും മക്കൾക്കും. ശരിയെന്ന ഈ രൂപത്തിലാണ് ഇവരുടെ കമ്പനിയെല്ലാം. വർഗീയവാദികൾ ആരാണെന്നും രാജ്യവിരുദ്ധരാരാണെന്നും രാജ്യത്തെ അധികാരം ഉപയോഗിച്ച് കൊള്ള ചെയ്ത കൊള്ള സംഘമാരാണെന്നും എങ്ങനെയാണ് ഇറ്റലിക്കാരിക്ക് ഇന്ത്യയോട് ഇത്ര വലിയ പ്രണയമുണ്ടാകുന്നത്, പ്രതിബദ്ധതയുണ്ടാകുന്നത്? നമുക്കറിയാം, മനസ്സിലാകും. സുബ്രഹ്മണ്യ സ്വാമി ഒരു ഭാഗത്ത് നിൽപ്പുണ്ട്. നമുക്ക് നോക്കാം കേസ് ഏത് രൂപത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന്. പക്ഷേ രാജ്യത്തിന്റെ അധികാരം ഒരിക്കൽ കൂടി ഇവർക്കായിരുന്നു ലഭിച്ചിരുന്നതെങ്കിൽ ഈ സത്യമൊക്കെ ഒരിക്കലും മറനീക്കി പുറത്തു വരുമായിരുന്നില്ല. ഈ കേസ് ഇങ്ങനെ തന്നെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങിക്കൊണ്ടേയിരിക്കും. ഏപ്രിൽ 25-ാം തീയതി അടുത്ത് കേസ് വെച്ചിരിക്കുവാണ്. വിവേചനപരമായിട്ട് തന്നെയാണോ നമ്മുടെ രാജ്യത്ത് കേസുകൾ പോകുന്നത്? അപ്പൊ പിണറായിയുടെ മകളുടെ കേസിലാണെങ്കിലും ഇത് തന്നെയാണ് നടക്കുന്നത്. സുബ്രഹ്മണ്യ സ്വാമി ഏത് രൂപത്തിലാണ് ഈ കേസിനെ കൊണ്ടുപോകുന്നത്? ഒരുപാട് വിവാദങ്ങൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആരെയാണ് വിശ്വസിക്കേണ്ടത്? നീതിന്യായ സംവിധാനങ്ങളിൽ നിന്നും നീതിയുക്തമായിട്ടുള്ള ഒരു നടപടിക്രമം വരുമോ? ഈ രാജ്യത്തെ കൊള്ളയടിച്ച കൊള്ള സംഘത്തെ അഴിക്കുള്ളിലാക്കാൻ നിയമ സംവിധാനങ്ങൾക്ക് സാധിക്കുമോ എന്നത് പാവപ്പെട്ട നമ്മൾ ചിന്തിച്ചു പോകും. ഇങ്ങനെ 90 കോടി രൂപ ലോൺ മേടിച്ചു. എന്നിട്ട് AJL യങ് ഇന്ത്യയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ AJL നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. യങ് ഇന്ത്യ പറഞ്ഞു, ഞങ്ങൾ നടത്താം. ഇതൊക്കെ പറയുന്നത് സോണിയാഗാന്ധിക്കാണ് കേട്ടോ. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മോത്തിലാലും ഓറയും ഇരുന്നുകൊണ്ട് സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും മോത്തിലാൽ ഓറയോടും പറയുന്നു, ഞങ്ങൾക്ക് ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല, അന്ന് ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് 50 ലക്ഷം രൂപയ്ക്ക് ഇവർ AJL എന്ന കമ്പനി വാങ്ങുന്നു. അതുകൂടാതെ AJLന്റെ ഒരുപാട് ഷെയർസ് കൃത്രിമമായിട്ട് അടിച്ച് 10 ലക്ഷം ഷെയറോ മറ്റോ അടിച്ചിട്ട് ആ ഷെയറും കൂടെ ഇവർ വാങ്ങിച്ചവരുടെ പേരിലാക്കുന്നു. അവിടെ വരെ കാര്യം കുഴപ്പമൊന്നുമില്ല, എൻ്റെ കമ്പനി ഞാൻ എനിക്ക് തന്നെ വിറ്റു എന്നൊക്കെ ഉള്ളൂ. പ്രശ്നം വന്നത് ഇതിൻ്റെ AJL കാശില്ലെന്നേ ഉള്ളൂ, പ്രോപ്പർട്ടി ഒരുപാടുണ്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് കണ്ണായ ഒരുപാട് സ്ഥലം നാഷണൽ ഹെറാൾഡ് പത്രത്തിന് എഴുതി കൊടുത്തിരുന്നു AJL. നെഹ്റുവിലെ ആള് കൊടുക്കാതിരിക്കും. അങ്ങനെ ഡൽഹി, ലക്നൗ, ഗ്വാളിയോർ, മുംബൈ ഈ എല്ലാ സ്ഥലത്തും പ്രൈം പ്രോപ്പർട്ടി ഈ AJLന്റെ പേരിലുണ്ട്. കയ്യിൽ കാശില്ലെന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ എന്തായി, ഇതൊരു തട്ടിപ്പായി. 50 ലക്ഷം രൂപയ്ക്ക് ഏകദേശം 5000 കോടി വരുന്ന വസ്തുവകകൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടെ അടിച്ചെടുത്ത് കൂടെ നിൽക്കുന്ന മോത്തിലാൽ ഓറയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സുബ്രഹ്മണ്യൻ സ്വാമി ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ, ചീറ്റിംഗ്, IPC 420, പിന്നെ നമ്മുടെ IPC 120 ഗൂഢാലോചന, ഇതൊക്കെ വെച്ച് പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്തു. 2 വർഷം ഇതൊക്കെ തട്ടിക്കളിച്ചിട്ട് മജിസ്ട്രേറ്റ് അവസാനം കേസെടുത്തു, സമൻസ് അയച്ചു. 6 പേർ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മോത്തിലാൽ വോറ,
ഓസ്കാർ ഫെർണാണ്ടസ് അദ്ദേഹം മരിച്ചുപോയി, മോത്തിലാൽ വോറയും മരിച്ചുപോയി. അങ്ങനെ 6ൽ 2 പേര് മരിച്ചുപോയി. പിന്നെ സാം പിട്രോഡ. ഓർമ്മ വന്നൊരു സംഭവം പറയാം. ഡൽഹി കേന്ദ്രീകരിച്ച് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ എന്നൊരു സംഭവം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ. ജോർജ് സോറോസിന്റെ ഫണ്ട് വരുന്നു എന്നൊക്കെ പറയപ്പെടുന്നത്. അതിനെ ചുറ്റിപ്പറ്റി ഇനിയിപ്പോൾ എന്തൊക്കെ കള്ളത്തരങ്ങളാണോ പൊങ്ങി വരാൻ പോകുന്നത്? സുമൻ ദുബെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നരസിംഹറാവുവിന്റെ കാലത്തും പിന്നീട് വാജ്പേയിയുടെ കാലത്ത്, മൻമോഹൻ സിംഗിന്റെ കാലത്തൊക്കെ വലിയ സാമ്പത്തിക വിദഗ്ധൻ എന്ന് പറഞ്ഞിട്ട് ഗണ്ടൻ ലേഖനങ്ങളൊക്കെ എഴുതുമായിരുന്നു ഹിന്ദു പത്രത്തിലും മറ്റും. സുമൻ ദുബെ കാണാൻ സുന്ദരനായിരുന്നു. ഇപ്പോൾ വയസ്സായി കാണും, എവിടെയാണെന്ന് അറിയില്ല. ഏതായാലും 2 പ്രതികൾ മരിച്ചു പോയ സ്ഥിതിക്ക് 4 പേരേ ഇപ്പോൾ ഉള്ളൂ. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ഈ പറഞ്ഞ സാം പിട്രോഡ, സുമൻ ദുബെ, 4 പേര് മാത്രം. ഈ 4 പേരുടെ പേരിലാണ് മജിസ്ട്രേറ്റ് കോടതിയിലെ ചീറ്റിംഗ് കേസ്, ഗൂഢാലോചന കേസ് ഒക്കെ നിലനിൽക്കുന്നത്. ഇവിടെയാണ് ഇഡിയുടെ രംഗപ്രവേശം. സുബ്രഹ്മണ്യൻ സ്വാമി ഇത് അന്വേഷിച്ചു. ഈ 50 ലക്ഷം രൂപ എങ്ങനെയൊക്കെ എവിടെ നിന്ന് കിട്ടി? അതിന്റെ ഉത്തരം കൗതുകകരമായിരുന്നു. 1 കോടി രൂപ ക്യാഷ് ആയിട്ട് കൽക്കട്ടയിൽ ഒരു ബിസിനസ്മാൻ എങ്ങനെയൊക്കെ കൊടുത്തു എന്നാണ് ഉത്തരം. ക്യാഷ് ആയിട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ യു വിൽ സ്മെൽ റാറ്റ്. 1 കോടി രൂപ ക്യാഷ് ആയിട്ട് കൊടുക്കുക. അയാൾക്ക് 1 കോടി രൂപ എവിടെ നിന്ന് കിട്ടി? അത് കള്ളപ്പണമായിരുന്നു. അപ്പോൾ അയാളിലുള്ള കള്ളപ്പണം 1 കോടി രൂപ അയാൾ രാഹുൽ ഗാന്ധിയുടെ തലയിലേക്ക് അങ്ങ് കൊടുത്തു. അപ്പോൾ ഇഡി ചാടി വരും. സ്വാമി ഇഡിക്ക് ഒരു നോട്ട് കൊടുത്തു. ഇത് ഇഡി അന്വേഷിക്കേണ്ട PMLA കേസിന്റെ പ്രെഡിക്കേറ്റ് ഒഫൻസ് ആണ് ഈ നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ നോട്ടിന്റെ പുറത്താണ് ഇഡി അന്വേഷണം തുടങ്ങുകയും കുറെ കാലം കഴിഞ്ഞപ്പോൾ ഒരു 2 വർഷം മുമ്പാണ് സോണിയാഗാന്ധിയെ 1 ദിവസവും രാഹുൽ ഗാന്ധിയെ 2 ദിവസവും ഇഡി ചോദ്യം ചെയ്തു. അന്നും ഇന്നത്തെ പോലെ കോൺഗ്രസ്സുകാർ വലിയ ജാതീയ സംഗതിയൊക്കെ നടത്തി പൊളിറ്റിക്കൽ വെൻഡറ്റ എന്നൊക്കെ പറഞ്ഞു. നമുക്കതൊന്ന് പരിശോധിക്കാം. പൊളിറ്റിക്കൽ വെൻഡറ്റയാണ്. ഇപ്പോൾ ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് എന്നാണ് കേട്ടോ. ഈ PMLA-കാരുടെ പേരുകളൊക്കെ വേറെയാണ്. അവർക്ക് FIR അല്ല, അതിന്റെ സ്ഥാനത്ത് ECIR എന്ന് പറയും. ചാർജ് ഷീറ്റിന്റെ സ്ഥാനത്ത് അവർ പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് എന്നാണ് പറയുന്നത്. ആ പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് ഇപ്പോൾ അവർ കോടതിയിൽ കൊടുത്തിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് കൊടുത്തോ അഥവാ ചാർജ് ഷീറ്റ് കൊടുത്തോ? ഇല്ല. ഹേമന്ത് സോറന്റെ ചാർജ് ഷീറ്റ് കൊടുത്തോ? ഇല്ല. അതിനൊക്കെ വളരെ മുമ്പേ അവരെ അറസ്റ്റ് ചെയ്തു. വാസ്തവത്തിൽ കോൺഗ്രസിനോട് ഒരു സൗമനസ്യം, കോൺഗ്രസിനോടല്ല, ഈ പറഞ്ഞ വ്യക്തികളോട് ഒരു സൗമനസ്യം കാണിക്കുകയാണ് ഇഡി ചെയ്തത്. ഇവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ പണ്ടേ അറസ്റ്റ് ചെയ്യാമായിരുന്നു. ഇത് കൂടാതെ 240 കോടി രൂപയുടെ ഇൻകം ടാക്സ് വെട്ടിപ്പിന്റെ പേരിലും രാഹുൽ ഗാന്ധിയുടെ പേരിൽ കേസുണ്ട്. അത് സോണിയയുടെ പേരിലുണ്ടോ എന്ന് എനിക്കറിയില്ല, രാഹുലിന്റെ പേരിലുണ്ട്. ഇങ്ങനെ നിരവധി കേസുകളാണ്. 5000 കോടിയുടെ സ്വത്ത് റിക്കവർ ചെയ്യാനായിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് ഉത്തരവായത്. ഇഡിക്ക് ആ ഉത്തരവ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്നു. ഫൈനലി കോടതി പറഞ്ഞു ഓക്കെ, ആദ്യം അറ്റാച്ച് ചെയ്തു, കഴിഞ്ഞ വർഷം അറ്റാച്ച് ചെയ്തു. ഈ വർഷം അത് കൈവശപ്പെടുത്താനും വേണമെങ്കിൽ ലേലം ചെയ്യാനും ഗവൺമെന്റ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഗവൺമെന്റ് എത്ര സമയമെടുക്കുന്നു എന്ന് നോക്കണം ഒരു കേസിനെ സംബന്ധിച്ചിട്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഏത് രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. എത്ര കാലതാമസമാണെന്ന് നോക്കിക്കേ നെഹ്റു കുടുംബത്തിന്റെ കേസുകൾ പോകുന്നത്. മുതൽ കൂട്ടും ഇഡി. ഈ അവസരത്തിൽ ഇവരെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് ഇഡി ഇവർക്ക് ചെയ്തു കൊടുത്തൊരു സൗജന്യം. ഇവരുടെ അതേ സിറ്റുവേഷൻ. എന്നിട്ട് ഇവരെന്താ പറയാറ്? ഇഡി ഞങ്ങളെ വേട്ടയാടുന്നു, ഭരണകൂട വേട്ടയിൽ ഞങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്നു. രാഷ്ട്രീയക്കാരെയൊക്കെ ഇഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ 2 മന്ത്രിമാരെ അറസ്റ്റ് ചെയ്തില്ലേ? സെന്തിൽ ബാലാജി, പിന്നെ പൊന്മുടി, 2 മന്ത്രിമാരെ അറസ്റ്റ് ചെയ്തു. എത്രയോ പേരെ അറസ്റ്റ് ചെയ്തു. ഭരണത്തിൽ ഇല്ലാതിരുന്ന കാലത്ത് നമ്മുടെ TDPയുടെ ചന്ദ്രബാബു നായിഡുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് രാഷ്ട്രീയക്കാർ അറസ്റ്റിന് വിധേയരായിട്ടുണ്ട്. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇവരെ അറസ്റ്റ് ചെയ്യാത്തത് ഇവർക്ക് ചെയ്തു കൊടുത്തൊരു സൗജന്യമാണ് വാസ്തവത്തിൽ. അതുകൊണ്ട് കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിരോധം തീർക്കുന്നു എന്നുള്ള വാദത്തിൽ കഴമ്പില്ല. വാസ്തവത്തിൽ രാഷ്ട്രീയ വിരോധം തീർത്തിട്ടില്ല. കുറച്ചുകൂടെ ഒരു ഗ്രേസ്ഫുൾ ആയിട്ട് കുറച്ചുകൂടെ താമസിച്ചും ഒക്കെ ഇഡി ഇവരുടെ കേസുകൾ പ്രൊസീഡ് ചെയ്തിട്ടുള്ളൂ എന്നതാണ് വാസ്തവം. ഇപ്പൊ കോടതിയിൽ സംഭവിച്ചത് എന്താ? ഇവര് റോസ് അവന്യൂ കോംപ്ലക്സിൽ MLA MP-മാർക്കായിട്ട് പ്രത്യേക ഒരു കോടതിയുണ്ട്. നമ്മളെ പോലെയല്ല. അവർക്കൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും മന്ത്രിയൊക്കെ ആകണമെന്നാണ്. അവരുടെ കേസുകൾ വേഗം തീർക്കണം. അതിനെ MLA MP-മാരുടെ കാര്യം മാത്രം നോക്കാനായിട്ട് പ്രത്യേക കോടതിയുണ്ട്. ആ കോടതിയിലാണ് ഇവർ ഈ പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് എന്ന് പറയുന്ന ചാർജ് ഷീറ്റ് ഇഡി ഫയൽ ചെയ്യുന്നത്. ആ കോടതിയുടെ 2-3 പേജ് വരുന്ന ഉത്തരവിൽ ആ കോടതി പറഞ്ഞിരിക്കുന്നത്, ഇത് ജില്ലാ കോടതിയുടെ നിർദ്ദേശപ്രകാരം എനിക്ക് എൻ്റെ കോടതിയിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചിരിക്കുകയാണ് ഈ പ്രോസിക്യൂഷൻ കംപ്ലൈന്റ്. പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് എൻ്റെ അടുത്ത് വരാൻ കാര്യം ഞാൻ MP MLA-മാരുടെ കേസുകൾ നോക്കുന്ന കോടതി ആയതുകൊണ്ടാണ്. എന്നാൽ PMLA കേസ് കയ്യിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള പ്രെഡിക്കേറ്റ് ഒഫൻസും ഒരേ കോടതി നോക്കണം എന്നാണ് വെയ്പ്പ്. ഇതിൻ്റെ പ്രെഡിക്കേറ്റ് ഒഫൻസ് റോസ് അവന്യൂ കോർട്ട് 03 ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ കയ്യിലിരിക്കുകയാണ്. അതായത് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ കേസ്. സുബ്രഹ്മണ്യൻ സ്വാമിയുടെ കേസിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? സുബ്രഹ്മണ്യൻ സ്വാമി ഹാജരാക്കിയ ഒരു തെളിവ് സ്വീകാര്യമല്ല എന്ന് സോണിയാഗാന്ധി വാദിച്ചു. 2 പേരും കൂടെ ഡൽഹി ഹൈക്കോടതിയിൽ പോയിട്ട് അവിടെ കിടക്കുകയാണ്. അടുത്ത ജൂലൈയിലോ മറ്റാണ് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് പ്രെഡിക്കേറ്റ് ഒഫൻസ്, പ്രാഥമിക കുറ്റത്തിന്റെ സ്റ്റാറ്റസ് ഇതാണ്. അപ്പോൾ ആ കോടതിയിൽ നിന്ന് പ്രെഡിക്കേറ്റ് ഒഫൻസിന്റെ കംപ്ലീറ്റ് കടലാസുകളും വിചാരണയുമെല്ലാം ഈ കോടതിയിലേക്ക് മാറ്റണം. ഇവിടുത്തെ അങ്ങോട്ട് മാറ്റാൻ സാധ്യമല്ല. കാരണം ഇത് MP MLA-മാരുടെ കോടതിയാണ്. സോണിയാഗാന്ധി MP ആണ്, രാഹുൽ ഗാന്ധി MP ആണ്. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കടലാസ് കിട്ടണം.
ആ കടലാസ് കിട്ടണമെങ്കിൽ വീണ്ടും ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ഉത്തരവിടണം. എടോ തൻ്റെ ഇരിക്കുന്ന കടലാസ് മറ്റേ ആൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് ഉത്തരവിടണം. അപ്പോൾ PMLA ഉടമസ്ഥന്മാരായ ED പറഞ്ഞു, ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിന്റെ അനുവാദം വാങ്ങി ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ അടുത്ത് ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ട് അവിടുത്തെ കടലാസുകൾ ഇവിടെ ഹാജരാക്കാനുള്ള ഉത്തരവ് കൊണ്ടുവന്ന് ഇവിടെ ഹാജരാക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഈ PMLA കോടതി ഏപ്രിൽ 25-ാം തീയതിക്ക് വെച്ചിരിക്കുകയാണ് കേസ്. ഏപ്രിൽ 25-ന് ഈ കേസ് തുടങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം EDക്ക് മിനിസ്ട്രിയുടെ അനുവാദം വേണം, ഫൈനാൻസ് മിനിസ്ട്രിയുടെ അനുവാദം വേണം. എന്തിന്? സെഷൻസ് ജഡ്ജിയുടെ അടുത്ത് പ്രൊസീഡ് ചെയ്യാൻ, സാർ മറ്റേ കോടതിയിൽ നിന്നുള്ള കടലാസ് ഈ കോടതിയിലേക്ക് അയക്കാൻ ഉത്തരവാകണം സാർ എന്ന് പറയാൻ. ആ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യണമെങ്കിൽ അവർക്ക് മിനിസ്ട്രിയുടെ അപ്രൂവൽ, ഡിപ്പാർട്ട്മെന്റിന്റെ അപ്രൂവൽ, മിനിസ്റ്റർ എന്ന് പറയാൻ പാടില്ല, ഡിപ്പാർട്ട്മെന്റിന്റെ അപ്രൂവൽ അതവർ കോടതിയിൽ പറയുകയും ചെയ്തു കേട്ടോ. ഇതിന്റെ സെക്കൻഡ് പേജിൽ കോടതി പറയുന്നുണ്ട്, ദ ലേണഡ് കൗൺസിൽ ഫോർ ദ ED സബ്മിറ്റ്സ് ദാറ്റ് അപ്പോൺ റിസീവിംഗ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടുന്ന മുറയ്ക്ക് ഹി ഷാൽ മൂവ് ആൻ അപ്രോപ്രിയേറ്റ് ആപ്ലിക്കേഷൻ ബിഫോർ ദ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് മൊറോസ് അവന്യൂ കോർട്സ്, ന്യൂഡൽഹി. അപ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അനുവാദം കിട്ടുന്ന മുറയ്ക്ക് സെഷൻസ് കോടതിയിൽ പോയിട്ട് ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത് അത് ശരിയായി കഴിയുമ്പോൾ ഞാൻ അതുകൊണ്ട് ഇവിടെ വരാം. ഇതാണ് ED സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യം ഒരു 10 ദിവസം കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? സാധാരണയിൽ നടക്കില്ല. അപ്പോൾ ഏപ്രിൽ 25-ന് വീണ്ടും ഈ കേസ് വിളിക്കുമ്പോൾ പുള്ളി മെയ് 30-ാം തീയതിയോ അല്ലെങ്കിൽ ജൂണിലോ എങ്ങോട്ടെങ്കിലും പോസ്റ്റ് ചെയ്യും. ഇതിനാണ് ഈ ബഹളം നടക്കുന്നത്. ബഹളം എല്ലാവരും നടത്തിക്കൊടുക്കും. ED വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് തെളിവുകൾ കണ്ടെത്തി, പ്രതികളെ കണ്ടെത്തി, സാക്ഷി മൊഴികളും തെളിവുകളും ഒക്കെ കോടതിയിൽ ഹാജരാക്കുമ്പോഴേക്കും ഗെയിം ഓവർ. ഇതൊരു മെഗാ സീരിയൽ പോലെ നീണ്ടുപോകുവാണ്. അമ്മയ്ക്കും മക്കൾക്കും തിഹാർ ജയിലിൽ ഒരു സീറ്റ് ഒരുങ്ങുമ്പോൾ. നന്ദി.